പൊതുവേ ഈ പഴയ വാഹനങ്ങൾ അല്ലെങ്കിൽ വിൻറ്റേജ് വണ്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ് ഓയിൽ ലീക്ക്. അതായത് നമ്മൾ എവിടെയെങ്കിലും വണ്ടി ഓടിച്ചു കഴിഞ്ഞ് തിരിച്ച് വന്ന് വീട്ടിൽ പാർക്ക് ചെയ്ത് കഴിയുമ്പം ആ പാർക്കിംഗ് സ്പേസിൽ ഒരു 1-2 തുള്ളി ഓയിലിങ്ങനെ ലീക്കായി കിടക്കുന്ന കാണാം. ഇതത്ര വലിയൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ആസ് ലോങ് as നമ്മൾ ഓയിൽ ലെവൽസ് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 1-2 തുള്ളിയൊക്കെ അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഓയിൽ ക്രമേണ ടോപ്പപ്പ് ചെയ്ത് കൊണ്ടു നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് പ്രശ്നമാകുന്നത് വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ടൈലിൽ ഈ ഓയിലിൻ്റെ കറുത്ത ഇത് പാട് വീണ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇത് കഴുകി വൃത്തിയാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്കും ഇതേമാതിരി ചെറിയൊരു ഓയിൽ ലീക്കുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോയി ഞാനൊരു പുതിയ ഓയിൽ സീൽ വാങ്ങുന്നു, എന്നിട്ട് ഈ ഓയിൽ സീൽ റീപ്ലേസ് ചെയ്യുന്നു. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഓയിൽ സീൽ ആവ്ടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു 423 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, MRP വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് ചെന്ന് മാറ്റിയിടാം. ഇപ്പോൾ ഈ ഓയിൽ സീൽ ഇടണമെങ്കിൽ നമുക്ക് ജോയിൻ്റ് അഴിക്കണം. ജോയിൻ്റ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ്റ് അഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡബിൾ ജോയിൻ്റ്. ഓക്കെ, ഓയിൽ സീൽ റീപ്ലേസ് ചെയ്ത് ജോയിൻ്റ് തിരിപ്പിച്ച് പിടിപ്പിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഓയിൽ സീൽ മാറ്റി ജോയിൻ്റ് ഫിക്സ് ചെയ്ത് ഇനിയും പരിപാടി സക്സസ് ആയോ ഇല്ലയോ എന്ന് നമ്മൾ ചെന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അറിയാം. ഓക്കെ, എന്തായാലും സംഭവം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്.